എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. യേശുരാജന് മഹത്വമാറാകട്ടെ. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം എൻ്റെ ഭർത്താവിന് നെഞ്ചുവേദനയായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പെട്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു സർജറി ചെയ്യേണ്ടി വരും, ബൈപ്പാസ് സർജറി ആണെന്ന് പറഞ്ഞ്. ആ വെപ്രാളത്തിൽ സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചില്ല. പിറ്റേന്ന് ബൈപ്പാസ് സർജറി കഴിഞ്ഞു. 30-ാം തീയതി എൻ്റെ ഭർത്താവിന് വളരെ കൂടുതലായി. ഉച്ച സമയത്ത് ഡോക്ടർ എൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന് സീരിയസ് ആണ്, ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും, അത് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സർജറി ചെയ്ത് ഹാർട്ട് 3 ദിവസം തുറന്നിട്ടേക്കേണ്ടി വരും, അതിനുശേഷം മാത്രമേ സ്റ്റിച്ച് ഇടുകയുള്ളൂ, അതിലും ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ് അവർ തിയേറ്റർ എല്ലാം റെഡിയാക്കി വീണ്ടും സർജറിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അരമണിക്കൂറായിട്ടും എൻ്റെ ഭർത്താവിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയില്ല. ഞങ്ങൾ വീണ്ടും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭർത്താവ് മരിച്ചു, ഇനി ഒന്നും ചെയ്യാനാവുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭാരത്തോടെ ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയും എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ട് സ്വയം ചലിക്കുകയും ചെയ്തു. ഡോക്ടർ ഓടി ഇറങ്ങി വന്ന് എൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പോയ ജീവൻ തിരിച്ചു വന്ന് എങ്ങനെയാണ് സംഭവിച്ചെന്ന് കേട്ട് അമ്മയെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് സിസ്റ്റർ ഡോക്ടർ കാര്യം പറഞ്ഞ് ഈ ഒരു അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്ന് കേട്ട് ഞാൻ പറഞ്ഞു, നെയ്യാറ്റിൻകര ഒരു പ്രാർത്ഥനാ ഹാളുണ്ട്, എനിക്കവിടെ ശാന്ത എന്നുള്ളൊരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററെ വിളിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, പോയ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നെന്നും പറഞ്ഞ്. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എൻ്റെ ഭർത്താവിന് ലിവറിനും കിഡ്നിക്കും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് അതിനു വേണ്ടി ചികിത്സിക്കാം, ഇപ്പോൾ സീരിയസ് ആയ ഒരാളാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് എക്കോ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഭർത്താവിന് ലിവറിനോ കിഡ്നിക്കോ യാതൊരു പ്രോബ്ലവും ഇല്ലാതെ എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന് ഇന്ന് 1 മാസവും 15 ദിവസവുമായി എൻ്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ സിസ്റ്ററിനും അത്ഭുതം സൃഷ്ടിച്ച എൻ്റെ യേശുരാജന് ഞാൻ അർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 13 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ചെയ്ത അത്ഭുതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. 1999 ഈ ആരാധനയിൽ കടന്നു വന്നത്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ വളരെയധികം പുരാതനമായൊരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമായിരുന്നു. വിവാഹ തടസ്സം കാരണമാണ് ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞത്. എൻ്റെ മാതാപിതാക്കൾ 18 വയസ്സ് മുതൽ എനിക്ക് വിവാഹ ആലോചന നോക്കി, പക്ഷേ നടക്കുകയില്ല. ജാതക പൊരുത്തം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ശാപം പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ആരാധന ഇവിടെ നെയ്യാറ്റിൻകര ഹാളിലൊരു ആരാധന നടക്കുകയാണ് എന്നറിയുകയും 1999 ലാസ്റ്റ് മാസം ഞാൻ ഒറ്റയ്ക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ മുടങ്ങാതെ ഞാൻ ഈ ആരാധനയിൽ കടന്നു വരുമായിരുന്നു. 2000 ആണ്ട് അരുമാനൂർ CSI ചർച്ചിൽ ആദ്യമായി ഒരു കൺവെൻഷൻ, ബ്രദറിൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷന് ഞാനും എൻ്റെ മാതാവും കടന്നു പോവുകയായിരുന്നു. പക്ഷേ ഞാൻ ഈ വിവാഹ തടസ്സത്താലാണ് ഞാൻ ഈ ആരാധനയ്ക്ക് വരുന്നു എന്ന് ബ്രദറിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ
ആരാധനയ്ക്ക് കടന്നു പോകുന്ന സമയം, ആരാധന കഴിഞ്ഞു, അവസാനത്തെ ആരാധന സമയത്ത് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ബ്രദർ ഇപ്രകാരം പറഞ്ഞു: ജാതക പൊരുത്തം കാരണം വിവാഹം നടക്കാതെ ഒരു മാതാവ് വളരെയധികം പ്രയാസത്തോടു കൂടി ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ജാതകം തൂക്കി എറിഞ്ഞുകൊണ്ട് 6 മാസത്തിനകം വളരെയധികം ഉന്നത കുടുംബത്തിൽ നിങ്ങളുടെ മകൾക്ക് ഒരു ഭാവി ഒരുക്കി വച്ചിരിക്കുന്നതായി ഞാൻ കാണുകയാണ്. ആ തടസ്സങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്രകാരം തന്നെ ബ്രദർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസപരമായും ധനപരമായും വളരെയധികം ഉന്നത കുടുംബത്തിൽ ജാതകം നോക്കാതെ തന്നെ എനിക്ക് ഒരു മകനെ ഭർത്താവായി എൻ്റെ ദൈവം ഒരുക്കി. അതുപോലെ പിറ്റേ മാസം മുതൽ എൻ്റെ ഭർത്താവ് വളരെ ഹൈന്ദവ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഇതുവരെയും ഈ ആരാധനയ്ക്ക് കടന്നു വരുന്നു. വിദ്യാഭ്യാസപരമായി ധനപരമായി ഉന്നത കുടുംബത്തിലായിരുന്നുവെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ജോലി ഇല്ലായിരുന്നു. പ്രാർത്ഥന ഞങ്ങൾ ഈ ആരാധനയിൽ വന്ന് കത്ത് എഴുതിയിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സിസ്റ്ററിനെ 2007 ഞാൻ രാത്രി സിസ്റ്ററിനെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞു, സ്ഥിരമായ ഒരു ഉപജീവന മാർഗം നിങ്ങളുടെ ഭർത്താവിന് തുറന്നു തരികയാണ് എന്ന്. അന്ന് പ്രാർത്ഥിച്ച ആ മാസം തന്നെ എൻ്റെ ഭർത്താവ് സഹകരണ വകുപ്പിൽ ഡെയിലി വേസായിട്ട് കയറുകയും 6 മാസം കഴിഞ്ഞപ്പോൾ സ്ഥിരമായൊരു ഓർഡർ അത് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല 2010 എനിക്കൊരു തൈറോയിഡിൻ്റെ ഭാരം ഉണ്ടായിരുന്നു. വളരെ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ഗുളിക കഴിക്കുന്ന പതിവായിരുന്നു. 10-15 വർഷം കൊണ്ട് അത് പിന്നെ 10 വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിച്ചു. 5 വർഷം കൊണ്ട് ഞാൻ നിർത്തിവെച്ചിരുന്നു. വീണ്ടും എനിക്ക് ശ്വാസതടസ്സം പോലെ തോന്നുകയും ഞാൻ ഡോക്ടറെ സമീപിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു 10-15 വർഷമായി നിങ്ങൾക്ക് ഈ തൈറോയ്ഡ് വന്നിട്ട് ചിലപ്പോൾ അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, പാത്തോളജിയിൽ പോയൊരു ടെസ്റ്റ് നടത്തണം, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം ഭാരത്തോടും മരണഭയത്തോടെ ഞാൻ എൻ്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് രാത്രി 9:30 മണിക്ക് 2010 ഡിസംബർ മാസം സിസ്റ്ററെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യാതൊരു വിധമായ കുഴപ്പവും നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് ദൈവം എനിക്ക് കാണിക്കുകയാണ്. ആ തൈറോയിഡും നിങ്ങൾക്ക് എടുത്തു മാറ്റിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഇത് വീക്കം കുറഞ്ഞ് വെറും 3.3 mm ആയി മാറുകയും കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇത്രയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം വിരമിക്കും. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. 2000 വർഷത്തിൽ കണ്ണറവുള്ള ഒരു കൺവെൻഷന് ബ്രദർ കടന്നു വരികയുണ്ടായി. അപ്പോൾ എൻ്റെ മകൻ 3 വയസ്സായിരുന്നു. മകന് ജനിച്ച് 30 ദിവസം കഴിഞ്ഞത് മുതൽ ശ്വാസമുട്ടിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുമായിരുന്നു. ഞാൻ രാത്രി കാലങ്ങളിൽ നെഞ്ചിൽ വച്ചും കൊണ്ടാണ് ഞാൻ രാത്രി നേരം വെളുപ്പിക്കുന്നത്. പിറ്റേന്ന് കാലത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഇതേപോലെ ശരിക്കും മഴയുള്ള സമയമായിരുന്നു കൺവെൻഷൻ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കൺവെൻഷന് കടന്നുപോയി. മോന് സുഖമില്ല. പിറ്റെന്നും പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു വിട്ടു പോയി. ജോലിക്ക് പോയപ്പോഴും മോനെ കൊണ്ട് കൺവെൻഷന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ കടന്നുപോയി. മോനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദറിലൂടെ ഒരു ദൂതുണ്ടായി. ശ്വാസമുട്ടിൻ്റെ ഭാരത്താൽ പ്രയാസപ്പെടുന്ന ഒരു മാതാവിന് മകൻ്റെ രോഗം ഇതാ എടുത്തു മാറ്റിയെന്ന്. ആ നിമിഷം മുതൽ മോൻ ഇതുവരെയും ശ്വാസം മുട്ട് വന്നിട്ടില്ല. ഇത്രയും ആരോഗ്യത്തോടെ മോനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് ഞങ്ങൾക്ക് ഉപജീവന മാർഗമില്ലാതെ വളരെ ഭാരപ്പെട്ടു. ആ ദിവസം മുതൽ ഞാൻ സ്ഥിരമായി ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കടന്നു വരും. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചേട്ടന് സ്ഥിരമല്ലെങ്കിലും ഒരു ഉപജീവന മാർഗം ദൈവം തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വരുവാൻ എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ലല്ലോ എന്നുള്ള ഭാരമുണ്ടായിരുന്നു. ഒരു വാഹനം ദൈവം തന്നു. ദൈവം അനവധി നന്മകളെ തന്നു. ദൈവമാറാട്ടെ. ഈ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്നൊരു ശരീരവേദനയും പനിയുമായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു എന്ന് ഡോക്ടർ പറയുകയും അത് കണ്ടിന്യൂഡ് 1-2 ദിവസം ടെസ്റ്റ് ആവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു കുറവും കാണാത്തതായി. സെക്കൻഡ് സാറ്റർഡേ രാവിലെ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു, കുറവുണ്ടായില്ല. ഞാനന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഞാനിവിടെ പിറ ഗാർഡൻസിൽ പ്രാർത്ഥനയ്ക്കായി വരികയുണ്ടായി. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബ്രദറിനെ കാണുകയും ഈ വിഷയം ധരിപ്പിക്കുകയും ചെയ്തു. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ നോക്കി പറയുന്നു, അത്ഭുതം എന്ന് പറയട്ടെ, ബ്ലഡ് കൗണ്ട് കൂടിയതായി പറഞ്ഞു. അപ്പം ഇനി ബ്ലഡൊന്നും അടയ്ക്കേണ്ട വരില്ല എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അതിനുശേഷം ഇന്നുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നമ്മളെ കുടുംബത്തെയും അന്നു മുതൽ ഇന്നുവരെയും ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് കോടാകോടി നന്ദി പറയേണ്ട എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു.
മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ മൂത്ത മോനെ ഗർഭിണിയോടെ ഇരുന്നപ്പോൾ 8 മാസം തികണേണ്ട ഒന്ന് പെട്ടെന്നൊരു ജന്നി വരികയും എന്നെ ഇവിടെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എടുക്കാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിടുകയും അവിടെ നോക്കി ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ അമ്മയും മരിച്ചു, കുഞ്ഞും മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഒടുവിൽ എൻ്റെ പപ്പ ഒപ്പിട്ടതിന് ശേഷമേ എന്നെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ പപ്പ വിഷമത്തോടെ ഒപ്പിടുകയും ഒപ്പിട്ട സമയത്ത് ചേച്ചി സിസ്റ്ററിനോട് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചു, അത്ഭുത വിടുതലെന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ വയറിൽ കുഞ്ഞനങ്ങുകയും ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രത്യേക ദൈവത്തിന് സ്തോത്രം. അടുത്തത് സാക്ഷി പറയുന്നത് എനിക്ക് തന്നെ. വർഷങ്ങൾ കൊണ്ട് എൻ്റെ കൈയുടെ ജോയിന്റ് വിട്ടു നിന്നു. മാർച്ച് മാസത്ത് പെട്ടെന്നൊരു വേദന അനുഭവപ്പെടുകയും 3 ദിവസം രാത്രി ഉറക്കമില്ലാതെ അത് ഭയങ്കരമായ വേദനയാൽ കിടന്ന് കഷ്ടപ്പെട്ടു. 3-ാം ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ എല്ല് തേഞ്ഞ് ദ്രവിച്ച് അണുബാധക എന്ന് പറഞ്ഞു. വേദനയോടെ വീട്ടിൽ വരികയും ഗുളികകൾ വിഴുങ്ങുകയും എന്നാൽ ഒരു വേദനയും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനത്തോടെ മുറ്റത്തൂടി നടക്കുകയും എൻ്റെ മക്കളും പപ്പയും അമ്മയും എല്ലാവരും വെളിയിൽ നിൽക്കുകയും അവരുടെ അടുത്തൊക്കെ പോകാൻ പറഞ്ഞിട്ട് കേൾക്കാതെ നിൽക്കുകയും ആത്മഹത്യ ചെയ്യാമെന്നുള്ള ഒരുക്കത്തോടെയാണ് നിന്നത്. എന്നാൽ അന്ന് 9 മണിയായപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. എൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചു, അത്ഭുത വിടുതൽ കിട്ടി സാക്ഷിയായി നിൽക്ക എന്ന് പറഞ്ഞു. ആ സാക്ഷിയായി നിൽക്ക എന്ന് പറഞ്ഞ സെക്കൻഡിൽ തന്നെ എൻ്റെ ആ തിളച്ച വേദന ദൈവം എടുത്തു മാറ്റി. ഇത്രയും അത്ഭുത വിടുതൽ തന്ന ദൈവത്തിന് കൊടാകൊടി സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ അവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. എൻ്റെ മകൾക്ക് പനി വന്ന് നീര് വന്ന് വയറും മുഖവും എല്ലാം നീരായി ഇവിടെ 3 ആശുപത്രിയിൽ മാറി ചികിത്സിച്ചിട്ട് യാതൊരു കുറവുമില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാം പറഞ്ഞ് ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു അവളുടെ ഒരു കിഡ്നി വലുതാണ്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് വൈകുന്നേരം തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധനയിൽ ഞാനും പങ്കെടുത്തു. അന്ന് ആരാധന നയിച്ചിരുന്നത് കർത്താവിൻ്റെ ദാസിയാണ്. ആരാധന മധ്യേ കർത്താവിൻ്റെ ദാസി ആത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കിഡ്നി രോഗമുള്ള ഒരു പൈതലിന്റെ അസുഖം മാറാൻ വേണ്ടി ഒരു പിതാവ് നിലവിളിക്കുന്നു, കിഡ്നി രോഗം യേശു ഇതാ എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കിഡ്നി വലുതും ഒരു കിഡ്നി ചെറുതുമായ ഒരു വീർത്തിന്റെ സ്ഥാനത്ത് പുതു കിഡ്നി തന്ന് എൻ്റെ മകളുടെ ജീവൻ തിരിച്ചു തന്ന എൻ്റെ യേശു കർത്താവിന് കോടാനുകോടി നന്ദി സ്തുതി കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു നെഞ്ചുവേദന ഉണ്ടായി. അവൻ തളർന്നു വീണു. ഞങ്ങൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ECG എടുക്കണമെന്ന്. ECG എടുത്തപ്പോൾ അവന് ഹാർട്ടിന് കുഴപ്പമാണ്, SIT കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ SIT കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 5 ദിവസമായിട്ടും അവൻ്റെ രോഗത്തിന് ഒരു കുറവും കണ്ടില്ല. 5ാമത്തെ ദിവസം ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ്, അമ്മേ നിങ്ങളുടെ മകൻ ഒരു കുറവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് വെളുപ്പാങ്കാലമായപ്പോൾ അവന് വീണ്ടും നെഞ്ചുവേദനയും ഛർദിലും തുടങ്ങി. അത് പിറ്റേന്ന് രാത്രി 8 മണിയായിട്ടും അവൻ്റെ ആ ഛർദിലും നെഞ്ചുവേദനയും മാറിയില്ല. അവൻ്റെ പപ്പ മകന് കാപ്പി വാങ്ങിക്കാൻ വേണ്ടി പുറത്തു വന്നപ്പോൾ സിസ്റ്ററോട് മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ അവൻ്റെ നെഞ്ചുവേദനയും ഛർദിലും മാറി. പിറ്റേന്ന് തന്നെ ഞങ്ങളെ പേര് വെട്ടി വീട്ടിൽ വിടുകയും ചെയ്തു. അടുത്ത സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ നെഞ്ചിന്റെ നടുഭാഗത്തായി ഒരു കട്ടിയുണ്ടായി. അത് ഭയങ്കര വേദനയായിരുന്നു. ഞങ്ങൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അവളെ അഡ്മിറ്റ് ആക്കി. 6 ഇഞ്ചക്ഷൻ വെച്ച് 5 ദിവസം എടുത്തു. ഒരു കുറവും കണ്ടില്ല. വേദന കൂടുന്നതല്ലാതെ ഒരു കുറവും കിട്ടിയില്ല. ഒടുവിൽ ഞങ്ങൾ RCCയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ച എണ്ണയുണ്ടായിരുന്നു. ആ കട്ടിയുള്ള ഭാഗത്ത് ഞങ്ങൾ തൊട്ടിട്ടുകൊണ്ടാണ് ഞങ്ങൾ RCCയിലേക്ക് പോയത്. ടെസ്റ്റ് ചെയ്യേണ്ട പൈസയെല്ലാം അടച്ച് ഞങ്ങൾ അങ്ങനെ മകളുടെ പേര് വിളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ പേര് വിളിച്ച് അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് കയറ്റിയപ്പോൾ ആ കട്ടി അവിടെ കാണുവാൻ
കഴിഞ്ഞില്ല. ഞങ്ങൾ അടച്ച പൈസ എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഇത്രയും അത്ഭുതം ചെയ്ത എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അടുത്ത സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി തന്നെയാണ്. 1.5 വർഷക്കാലം ബ്ലീഡിംഗ് രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു. നെയ്യാറ്റിൻകര ആശുപത്രി, തൈക്കാട് ആശുപത്രി, SAT മെഡിക്കൽ കോളേജ്, ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ടും ഒരു കുറവും കിട്ടിയില്ല. ഞങ്ങളൊരു വ്യാഴാഴ്ച ആരാധനയിൽ ഇവിടെ കടന്നു വന്ന് TV പ്രോഗ്രാം ആരാധന കഴിഞ്ഞതിന് ശേഷം TV പ്രോഗ്രാമിൻ്റെ ഒരു ഫാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. മകളുടെ രോഗവിവരം അതിൽ എഴുതി. എൻ്റെ ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ മരിക്കുന്ന ആൾ വരയ്ക്ക് ഇതിൽ വിശ്വസ്തതയായിരിക്കുമെന്ന് ഞങ്ങൾ എഴുതി. ആ നിമിഷം എൻ്റെ ദൈവം അവൾക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുത്തു. ഇതുവരെയും ആ രോഗം ഇല്ലതിൻ്റെ ദേശഭൻ കൊടുത്ത സൗഖ്യത്തിനായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവചിച്ച അത്ഭുതത്തെയാണ് ഞാനിവിടെ സാക്ഷി പറയുന്നത്. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച എനിക്ക് പെട്ടെന്ന് ഒരു സൈഡ് സ്തംഭിക്കുകയും ഒരു നെഞ്ചുവേദന ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ പപ്പ എന്നെ ഇവിടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 4 ECG എടുത്തു. 4 ECGയിലും വേരിയേഷൻ ആയിരുന്നു. അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അന്നേരം സിസ്റ്ററിനെ വിളിച്ചു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ എനിക്ക് ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ദൈവം എനിക്ക് അത്ഭുതം വിടുതൽ തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തെ ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ആദ്യമായി സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. ഞാൻ ഇവിടെ ഈ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 1997 മുതൽ ക്രമമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകന് കിഡ്നിയുടെ പ്രയാസമുണ്ടായിരുന്നു. 1.5 വെച്ച് 3.5 വർഷം SAT ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവന് അസുഖം വന്നതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കാരണമായി. 2000 ലാസ്റ്റിൽ അവന് ചെക്കപ്പിന് പോയപ്പോൾ ആരാധന മധ്യത്തിൽ ബ്രദർ വിളിച്ചു പറഞ്ഞു, അനേക കുഞ്ഞുങ്ങളുടെ കിഡ്നി രോഗം എടുത്തു മാറ്റുന്നുവെന്ന് പറഞ്ഞു. അന്ന് തന്നെ ആ മാസത്തെ ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ അവന് കിഡ്നിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയും 2001 ശേഷം ഇത്രയും ഇന്ന് വരെയും ഒരു കുളിയ പോലും കൊടുക്കാൻ ദൈവം അനുമതി വെച്ചിട്ടില്ല. രണ്ടാമത് സാക്ഷ്യം പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. 2001 ജനുവരി 28 ഈ ലോകത്തിന് ഒരിക്കൽ ഞാൻ എടുക്കപ്പെട്ടവനായിരുന്നു. കാഞ്ഞിരംകുളം എന്ന ജംഗ്ഷനിൽ വെച്ച് ഇന്നത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റിന് മുൻവശത്ത് എനിക്കൊരു വാഹനമുണ്ടായിരുന്നു. അത് ഞാൻ ഒതുക്കിയിട്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ലോഡ് മണലുമായി ഒരു ലോറി വരികയും ഒരു മിനി ലോറി വരികയും എൻ്റെ പുറത്ത് വന്നിരിക്കുകയും ഇത് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ പുറംതിരിഞ്ഞ് ഓടുന്ന സമയത്ത് എന്നെ ഇടിച്ചിടുകയും എൻ്റെ പുറത്തുകൂടി കയറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മരിച്ചുപോയി, ആരും എടുക്കാതെ ഇട്ടിരുന്നു. ഞാനപ്പോൾ ടെമ്പോ ഓടിക്കുന്ന സമയത്തായതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ മൃഗക്കളേജ് കൊണ്ടുപോയ സമയത്ത് എന്നെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ വാഹനം വരികയും എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ മക്കളോ പറയാതെ ബാക്കിയുള്ള അറിയിക്കേണ്ടടുത്ത് എല്ലാവരും അറിയിച്ചു. ഡെഡ് ബോഡി എപ്പോൾ കൊണ്ടുവരുമെന്ന് വരെ നോക്കിയിരുന്നവരുണ്ട്. എന്നാൽ എൻ്റെ കൂടെ കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കാലിൽ വന്ന് ആരെ പിടിച്ച് കുലുക്കുമ്പോൾ തരുകയും അവൾ എനിക്ക് ജീവൻ വിടുകയും ചെയ്തു. കരം തട്ടി ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഉപയോഗിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. എൻ്റെ വിവാഹം കഴിഞ്ഞ് 8 വർഷം വരെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടർമാരുടെ ഗുളികകളും വൈദ്യന്മാരുടെ മരുന്നുകളൊക്കെ ഇങ്ങനെ കഴിച്ച് എന്നിട്ട് യാതൊന്നും വിടുതലും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വളരെ ഒരു കയ്പിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന സമയമായിരുന്നു. ഞാൻ ഹൈന്ദവ കുടുംബപ്രകാരം ജീവിച്ചതാണ്. പല ക്ഷേത്രങ്ങളിലും പോയി നേർച്ചകളും എല്ലാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തകർന്ന അവസ്ഥ പോലെ കഴിയുന്ന സമയത്ത് ഞാൻ സിസ്റ്ററിനെ കണ്ട് എൻ്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ദൈവം തലമുറ തരും, ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഈ ആരാധനയിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്ററിൻ്റെ ഒരു ഗോസ പ്രാർത്ഥന സമയം സിസ്റ്ററിൻ്റെ ആരാധനയിൽ വിവാഹം കഴിഞ്ഞ് 8 വർഷമായ ഗീത ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിൽ നിനക്കൊരാൺ തലമുറ അനുഗ്രഹിക്കാൻ പോയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാസം തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് 2006 ജനുവരി 5 ദൈവം എൻ്റെ കരത്തിൽ ഒരാൾ തലമുറ തന്നു. 2007 9 മാസമായപ്പോഴും ദൈവം ഒരു പെൺ തലമുറയോടെ തന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിന്ന് വിരമിക്കുന്നു.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായ വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, കാലുതെരിപ്പ്. അത് പലവിധമായ ഇലങ്ങൾ വായും പുരട്ടിയിട്ടും സുഖമില്ല. അങ്ങനെ ഇരിക്കെ കണ്ണറവള ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷന് ഞാൻ 3 ദിവസവും പങ്കെടുത്തു. 3-ാമത്തെ ദിവസം മുതർ ഞാനെ വിളിച്ച് പറഞ്ഞു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, രോഗമുള്ള ഭാഗത്തെ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന്. ഞാനും എൻ്റെ കാൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ദൈവം എനിക്ക് ഒരു അത്ഭുതം തന്നു. ഒരു പ്രകാശം എന്നിൽ വന്നടിക്കുകയും ഞാൻ തിന്നത്ത് വീഴുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ കാല് തിരിപ്പ് വന്നിട്ടില്ല. രണ്ടാമതായി സാക്ഷി പറയുന്നത് എനിക്ക് ഇടത് ഭാഗം നെഞ്ചിന് താഴെയായി ഒരു വലിയ കട്ടിയുണ്ടായിരുന്നു. അതെനിക്ക് ആഹാരം കഴിക്കുമ്പോൾ വലിയ പ്രയാസമായിരുന്നു. വേർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അഥവാ അറിയാതെ തന്നെ എന്തെങ്കിലും ആഹാരം കഴിച്ചു പോയാൽ ഉടൻ തന്നെ എനിക്ക് കിടക്കണം. അങ്ങനെ ഭയങ്കര പ്രയാസമായിരുന്നു. അത് ഒരു ദിവസം വ്യാഴാഴ്ച ആരാധന മധ്യേ സിസ്റ്റർ ഇവിടെ കട്ടികൾ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയം ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ കട്ടിയങ്ങ് മാറിപ്പോയി. അതിനുശേഷം എനിക്കിപ്പോൾ എന്താഹാരം കഴിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി സ്തുതി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സുഖമില്ലാതാകുകയും നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കുകയും ചെയ്തു. ഡോക്ടർ നോക്കിയിട്ട് അത്യാധിക വാർഡിൽ കിടത്തുകയും അവിടെ വന്ന് തന്നെ ECG എടുക്കാനായിട്ട് പറയുകയും ചെയ്തു. അപ്രകാരം തന്നെ അവിടെ വന്ന് ECG എടുത്തു. ECG എടുത്തപ്പോൾ ബ്ലഡ് കട്ടയായിപ്പോയി. ഡോക്ടർ എന്നെ നിറയെ വഴക്ക് പറഞ്ഞു, ഇത്രയും സീരിയസിലാണോ ഇവിടെ കൊണ്ടുവന്നതെന്ന്. എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ട്രിപ്പും ഇഞ്ചക്ഷനും തന്നെ കൊടുത്തുകൊണ്ടേയിരുന്നു. അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഞാൻ അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിട്ട് ഇവിടുത്തെ ആരാധനയ്ക്ക് കടന്നു വന്നു. ആരാധന തീർന്നപ്പോൾ ബദർ ഇപ്രകാരം വിളിച്ച് പറഞ്ഞു, രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു, ആശുപത്രിയിലായിരിക്കുന്ന രോഗികൾക്ക് വിടുതൽ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോയപ്പോൾ അമ്മ എഴുന്നേറ്റ് കട്ടൻ ചായ കേൾക്കുകയും നല്ലൊരു സുഖം കിട്ടുകയും ഒരാപത്തും കൂടാതെ തന്നെ ഉടനെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശു ക്രിസ്തുവിനും പ്രാർത്ഥിച്ച ബദറിനും സിസ്റ്ററിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. അവന് കാതുവേദന വരുമായിരുന്നു. അത് സ്ഥിരമായി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചുകൊണ്ടേയിരുന്നു. നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ കാണിച്ചപ്പോൾ പല മരുന്നുകളും ചെയ്തു, കാത് ക്ലീൻ ചെയ്തു, കുറവ് കിട്ടിയില്ല. എന്നാൽ ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ചികിത്സയുണ്ടെങ്കിലേ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കിട്ടുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെയും പല മരുന്നുകളും ചെയ്തു നോക്കി. അവസാനം അവിടുത്തെ സൂപ്രണ്ടർ ഇപ്രകാരം OP തുണ്ടിൽ ഡേറ്റ് നിശ്ചയിച്ചയച്ചു, കാത് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിന് കണക്കാക്കി തന്നെ നിങ്ങൾ വരിക എന്ന് പറഞ്ഞു. എന്നാൽ ആ മാസം നടന്ന 2ാം ശനിയാഴ്ചത്തെ ആരാധനയിൽ ഞാൻ എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ആരാധനയിൽ ഇരിക്കുകയായിരുന്നു. ആരാധന മധ്യയിൽ വെതർ ഇപ്രകാരം വിളിച്ച് പറഞ്ഞു, ഈ പഴയ ഹാളിൽ ഇടത് സൈഡിൽ ഒരു മകൻ്റെ കാത് ഓപ്പറേഷത്തിന് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു മകനെ തൊട്ട് വിടുതൽ നൽകി കഴിഞ്ഞു, ഇനി ഓപ്പറേഷത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ വിവരം ഞാൻ വെതറിനെ സിസ്റ്ററിനെ അറിയിച്ചില്ല. അറിയിക്കാതെ തന്നെ ഞാൻ ജനറൽ ആശുപത്രിയിലേക്ക് മോനെ കൊണ്ടുപോയി. എന്നാൽ അവിടെ നോക്കിയിട്ട് ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ മകനെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറയുകയും ഒരാപത്തുമില്ലാതെ എൻ്റെ മകനെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ അത്ഭുതം പ്രവർത്തിച്ച യേശു ക്രിസ്തുവിനും പ്രാർത്ഥിച്ച ബദറിനും സിസ്റ്ററിനും കുടുംബത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമാമ മഹത്വപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷക്കാലമായി. എനിക്ക് ഫൈതങ്ങളില്ലായിരുന്നു. ഞാൻ പല പല ഡോക്ടർമാരെ ചികിത്സിക്കുകയും സർപ്പശാപം വരെ ഞാൻ ഉരുളി കമത്തുകയും ചെയ്തിരുന്നു. ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവളാണ്. എന്നാലും ഞാൻ എല്ലാ ആചാരപ്രകാരവും ചെയ്തു. അങ്ങനെ നിരാശയുടെ ഭാരത്തിൽ വീട്ടിലിരിക്കെ എൻ്റെ അണ്ണൻ ഇവിടെ ഒരു ആരാധനയുണ്ടെന്ന് 2002 എന്നെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് പങ്കുചേർന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ പേര് വിളിച്ച് ഗീത 3 പ്രാവശ്യം എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു പെൺ തലമുറയെ ദൈവം ദാനമായി നൽകുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്ററും വിളിച്ച് പറഞ്ഞു, ഗീത 3 പ്രാവശ്യം എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ എല്ലാം നശിച്ചു, നിന്റെ ഭാരങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു, ഒരു പെൺ തലമുറയെ തന്നെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുണ്ടായിരുന്നു.
ആ സമയം എന്നെ ദൈവം അനുഗ്രഹിച്ചു. 2003 ജനുവരിയിൽ 5-ാം തീയതി എനിക്കൊരു മോളെ ദൈവം ദാനമായി നൽകുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെ എൻ്റെ അങ്കോട് സഭയിൽ ഒരു ബ്രദറിനെ വിളിച്ച് ഒരു ആരാധന നടത്തിയുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം സിസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ദൈവം ഒരു കൊച്ചു ഭവനമായിരുന്നു, എനിക്ക് ദൈവം ഒരു നല്ലൊരു ഭവനം എനിക്ക് ദൈവം തരുകയും ചെയ്തു. എൻ്റെ 2002 തൊട്ട് തന്നെ 2004 വരെ ഞാൻ ആരാധനയ്ക്ക് പങ്കുചേരുന്നു. ദൈവം എൻ്റെ നന്മകളായ ദൈവം അനുഗ്രഹങ്ങളായി നിറച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും 1000 പൈതൃകങ്ങൾ നിലവറണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് വീണ്ടും ഈ ആലയത്തിൻ്റെ മധ്യത്തിൽ കടന്നു വന്നു ഒരു ദൈവത്തെ സാക്ഷീകരിക്കുവാൻ എൻ്റെ ദൈവം ഒരുക്കിയ ആ ദൈവത്തിന് കോടാകോടി സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷകാലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ അനേക ആസ്ത്രി മധ്യത്തിൽ കടന്നു പോകും. ഏതൊക്കെ ആസ്ത്രി കടന്നു പോകാൻ പറഞ്ഞാൽ അവിടെയെല്ലാം ഞങ്ങൾ കടന്നു പോകും. അനേക വൈദ്യന്മാരുടെ മധ്യത്തിൽ കടന്നുപോയി. എന്നാലും ഞങ്ങൾക്ക് ലക്ഷക്കണക്ക് രൂപ കടഭാരം ആകുന്നതല്ലാതെ ഞങ്ങൾക്കൊരനുഗ്രഹം കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ 2009 ഈ ഉപവാസപ്രാർത്ഥനയിൽ കടന്നു വരുവാനായി ഇടയായി. ഞങ്ങൾ വളരെയധികം ഭാരത്തോട് കടന്നു വന്നു. എന്നാൽ ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ദാസി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പറഞ്ഞു, ദീർഘവർഷകാലം കൊണ്ട് മക്കളില്ലാതിരിക്കുന്ന സഹോദരി യേശുദാ നിങ്ങളെ തൊടുന്നെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ ഒരു ലൈറ്റിൻ്റെ പ്രകാശം എൻ്റെ മേൽ അനുഭവപ്പെട്ടു. അന്നത്തെ ആരാധനയിൽ ബദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദീർഘവർഷകാലം കൊണ്ട് മക്കളില്ലാതിരിക്കുന്ന സഹോദരിയെ യേശുദാ തൊടുന്നു. അടുത്ത വർഷം ഇതേ സമയം ഒരു ആൺ തലമുറയുമായി കടന്നു വന്നു ദൈവത്തെ സാക്ഷീകരിക്കുന്നു. അപ്രകാരം ആ മാസം തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനായി ഇടയായി. ഞാൻ 2007 ഒരിക്കൽ അനുഗ്രഹിക്കപ്പെട്ടു. അത് 2 മാസമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ വളർച്ചയില്ലെന്ന് പറയുവാനിടയായി അബോർഷനാക്കി. ഇതും 2 മാസം കഴിഞ്ഞപ്പോൾ സ്കാനിനെടുത്തപ്പോൾ പറഞ്ഞു വളർച്ചയില്ല. എന്നാൽ ഞാൻ വളരെയധികം ഭാരത്തോട് ഈ ആലയത്തിൻ്റെ മധ്യത്തിൽ സിസ്റ്ററിനെ ഫോൺ വിളിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുക, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. പിറ്റേന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് സന്തോഷത്തോടെ ഭവനത്തിൽ കടന്നു വന്നു. പെട്ടെന്ന് 8 മാസം തികഞ്ഞപ്പോൾ തന്നെ ഉദരത്തിൽ അനക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടർമാർ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ഉദരത്തിൽ വച്ച് കുഞ്ഞു മരിച്ചുപോയു. മലവും മൂത്രവും കുഞ്ഞു ഉദരത്തിൽ വച്ച് തന്നെ പോകുകയും 100% കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് ഇങ്ങനെ വിധി എഴുതി. പെട്ടെന്ന് സിസ്റ്ററിനെ ഫോണിലേക്ക് പ്രാർത്ഥിക്കുവാനായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യപ്പെടുക, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. എന്നാൽ 2009 ജൂലൈയിൽ എനിക്ക് വിളിച്ചു പറഞ്ഞ അതേ ദൈവം എൻ്റെ ജീവിതത്തിൽ 2010 മാർച്ച് മാസം എനിക്കൊരു ആൺ പൈതൽ തന്നെ സുഖത്തോടെ ദൈവം തന്നു. എന്നാൽ 1 വയസ്സാകുമ്പോൾ കൺവെൻഷൻ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ ലക്ഷക്കണക്ക് കടഭാരം ഞങ്ങളുടെ ജീവിതത്തിലായിരുന്നു. എന്നാൽ ആ ദിവസം ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നു, ആരാധനയ്ക്ക് ഡേറ്റ് പറഞ്ഞു. എന്നാൽ 5 പൈസ പോലും ഇല്ലാതിരുന്നു. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കാതെ വണ്ണം നല്ല നിലയിൽ കൺവെൻഷൻ നടത്തുവാൻ സ്വർഗത്തെ ദൈവം ആവശ്യത്തിനധികം പൈസ തന്നു. ഞങ്ങളെ കടഭാരവും എൻ്റെ യേശുവപ്പൻ ലക്ഷക്കണക്ക് കടഭാരമുണ്ടായിരുന്നു, അതെല്ലാം എൻ്റെ യേശു തീർത്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ യേശുവപ്പച്ചന് കോടാകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയെ നിർവഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും വലിയവനായ ദൈവം, ഏറ്റവും വലിയവനവൻ. ആർപ്പിടുക, ആർപ്പിടുക, അടങ്ങി നിൽക്കരുതിന്. വാ തുറന്നാട്ടെ. താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി. കൃപ കൃപ കൃപ, ദൈവകൃപ.
വാ തുറക്കുക, വാ തുറക്കുക, കൈകളെ ഉയർത്തുക, കരങ്ങളെ തട്ടി യേശുവേ നന്ദി. താങ്ക് യു ഹിം, താങ്ക് യു ഹിം. എല്ലാവരും കൊച്ചു കുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മമാർ എല്ലാവരും ഒരുപോലെ ആനന്ദ നടി നിന്റെ മേൽ ഒഴുകുന്നു. ആത്മീയ ഉല്ലാസം നിന്റെ മേൽ പകരപ്പെടുന്നു. നീ അറിയാതെ നിൽക്കരുത്. ആമേൻ, ഹല്ലേലൂയ. അഗ്നി, 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 അഭിഷേക തീ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. നല്ല ദൈവമേ, ഇവർ അങ്ങയുടെ മക്കളാണ്. അങ്ങ് കനിയണം, അങ്ങ് അരുളി ചെയ്യണം, അങ്ങ് സ്പർശിക്കണം, അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എബ്രായർ 12 2-ാം വചനം. എബ്രായർ 12-ാം അധ്യായം 2-ാം വചനം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്ത്. ഹല്ലേലൂയ. ലുക്കിംഗ് unto Jesus, the author and the finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of throne of God. இயேசு கிறிஸ்துவானவர் தமக்கு முன் வைத்திருந்த சந்தோஷத்தின் பொருட்டு அவமானத்தை எண்ணாமல் சிலுவையை சகித்து தேவனுடைய சிங்காசனத்தின் வலது பாகத்தில் வீற்றிருக்கிறார். அல்லேலூயா. Jesus Christ endured cross. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസ് സഹിച്ചു. ഇതാണ്
നമ്മുടെ ചിന്താ വിഷയം. He endured the cross, considering the joy set before him. അവന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ആമേൻ ക്രൂസ് അവൻ സഹിച്ചു. Who is he who endured the cross? ക്രൂസ് സഹിച്ചവൻ ആരാണ്? ഒരു മനുഷ്യനല്ല, ഒരു മഹാനുമല്ല, ഒരു പ്രവാചകനുമല്ല, ഒരു ചക്രവർത്തിയുമല്ല, ഒരു മന്ത്രിയുമല്ല. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ക്രൂസ് സഹിച്ചവൻ ദൈവമാണ്. Is God. ഉൽപ്പത്തി പുസ്തകം 18:14, ജെറേമിയ 32:17, ജെറേമിയ 32:27 അവൻ സർവശക്തനായ ദൈവം. സങ്കീർത്തനം 139:7 അവൻ സർവവ്യാപിയായ ദൈവം. 1 യോഹന്നാൻ 3:20 അവൻ സർവജ്ഞാനിയായ ദൈവം. വെളിപ്പാട് പുസ്തകം 4:11 ക്രൂസ് സഹിച്ചവൻ സർവത്തെയും നിർമ്മിച്ചവനായ ദൈവം. എബ്രായർ 7:25 സദാ ജീവിച്ചിരിക്കുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 24:17 മോശ എഴുതുന്നു അവൻ കത്തുന്ന തീ, അവൻ കത്തുന്ന തീ. He is God. He is God. നമുക്ക് വേണ്ടി ക്രൂസ് സഹിച്ചവൻ മനുഷ്യനല്ല, മന്ത്രിയുമല്ല, ചക്രവർത്തിയുമല്ല, രാജാവുമല്ല. അവൻ ദൈവം. God in flesh. ജഡത്തിൽ ഇറങ്ങി വന്ന ദൈവം, മനുഷ്യരൂപമെടുത്ത ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 4 പ്രകാരം, കൊലോസിയർ 2 9 പ്രകാരം, 1 തിമോത്തിയസ് 3 16 പ്രകാരം മനുഷ്യനായി ഇറങ്ങിയ ദൈവം നമുക്ക് വേണ്ടി ക്രൂസ് സഹിച്ചു. സന്തോഷം ഓർത്ത് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം 3 നാൾ കഴിച്ചവൻ ഉയർത്ത് 40 നാൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ച് അത്ഭുതങ്ങൾ പല ചെയ്ത് 40-ാം നാൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗാരോഹണം ചെയ്ത് 50-ാം നാൾ സ്വർഗം തുറന്ന് അഭിഷേക തീയെ ഇറക്കി. ഇനി അവൻ വരും, അവൻ വേഗം വരും. ഇപ്പോൾ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിലിരിക്കുന്നവൻ അവന്റെ നാമത്തിൽ സർവരുടെ മുഴങ്കാലും മടങ്ങും. യേശു എന്നുള്ള നാമത്തിൽ രോഗം ഏതായാലും അപ്രത്യക്ഷമാകും, അത്ഭുതങ്ങൾ നടക്കും. യേശു മുഖാന്തിരം എല്ലാവർക്കും നിത്യ ജീവൻ. അതാണ് സന്തോഷം. ആ സന്തോഷം ഓർത്ത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അപമാനത്തിന്റെ, ശാപത്തിന്റെ, ഭയങ്കരത്വത്തിന്റെ, ഹീനതയുടെ അടയാളമാം ക്രൂസ് നമുക്ക് വേണ്ടി സഹിച്ച്. He endured the cross. ഇതാണ് ക്രിസ്തീയ ജീവിതം. അവനവന് ദൈവം നൽകിയ ക്രൂസ് എടുത്ത് ജീവിതം വിജയകരമായി തീർത്ത് സന്തോഷത്തിലെത്തിച്ചേരുന്നത്. ഇറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. പൗലോസ് എഴുതുന്നു 1 കൊരിന്ത്യർ 11:1 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, imitate me just as I imitate Christ.
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോൽ നിങ്ങൾ എന്റെ അനുകാരിയായി മാറുവിൻ. ആമേൻ. അതിന്റെ അർത്ഥം പൗലോസിന്റെ ആഹ്വാനം നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ എന്നല്ല. നാം അനുഗമിപ്പാൻ ഏറ്റവുമുള്ള ഒരാൾ യേശുക്രിസ്തു മാത്രം. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പെർഫെക്റ്റ് മോഡൽ. അവനാണ് നമ്മ മുമ്പിലുള്ള പൂർണ്ണതയുള്ള ഏക മാതൃക. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോൽ കൊരിന്തി സഭയെ നിങ്ങൾ എന്റെ അനുകാരിയായിരിപ്പിൻ. ഇറ്റ് ഡസ് നോട്ട് മീൻ ഫോളോ മീ, ഐ ആം യുവർ മോഡൽ. എന്നെ അനുഗമിപ്പിൻ എന്നല്ല അർത്ഥം. അതിന്റെ അർത്ഥം ഫോളോ ക്രൈസ്റ്റ് ഇൻ മീ. ആമേൻ. നോട്ട് ഫോളോ മീ. എന്നെ അനുഗമിപ്പിൻ എന്നല്ല, എന്നിൽ ഉള്ള ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിപ്പിൻ. ആമേൻ. Imitate me. That means imitate Christ who is in me. എന്നിലുള്ള ക്രിസ്തു നിങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിനെ നോക്കുക. ക്രൂശ് സഹിച്ചവൻ, തന്നെ ലാക്കാക്കി വന്ന സർവ അപമാനവും അലക്ഷ്യമാക്കിയവൻ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി author of our faith and as well as finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ മാത്രം നോക്കുക. സന്തോഷത്തോട് ഓട്ടം തികയ്ക്കുക. രണ്ടാമത് പൗലോസ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ ജീവിതത്തിൽ കഷ്ടം അനുഭവിപ്പാൻ വേണ്ടി മാത്രം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ് പൗലപ്പോസ്തലൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു കർത്താവ് തന്നെ പൗലോസിനെ കുറിച്ചുള്ള പദ്ധതി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 16-ാം വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, അവൻ അഥവാ പൗലോസ് എനിക്ക് വേണ്ടി അഥവാ ക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കും, എന്തെല്ലാം കഷ്ടം യേശു കർത്താവ് അരുളി ചെയ്യുന്ന എനിക്ക് വേണ്ടി പൗലോസ് സഹിക്കും. I called him to suffer for me. ആമേൻ. ഞാൻ അവനെ വിളിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി കഷ്ടം സഹിപ്പാൻ, അപമാനം അലക്ഷ്യമാക്കുവാൻ, കഷ്ടത ചുമക്കുവാൻ, എനിക്ക് വേണ്ടി എന്റെ സാക്ഷിയായി നിൽക്കുവാൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലപ്പോസ്തലന്റെ മിനിസ്ട്രിയിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട നാളികയിൽ ലൂദിയ എന്നുള്ള സ്ത്രീയുടെ പാരമ്പര്യ ഭക്തയുടെ ഹൃദയം, അടഞ്ഞുകിടന്ന ഹൃദയം പൗലോസിന്റെ പ്രസംഗം എന്നുള്ള ദൈവവചനം തുറന്ന്, it was open, their heart was open. അതേ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആണ്ടുകളായി ഭൂതം ബാധിച്ച് നരകത്തിലേക്ക് ഒരുങ്ങിക്കൊടുന്ന വെളിച്ചപ്പാടത്തിക്കാരിയുടെ അവളിൽ നിറഞ്ഞു നിന്ന ഭൂതം പൗലോസ് ആത്മാവിൽ നിറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ ഭൂതം അവളെ വിട്ടുപോയി. രണ്ടുപേർക്കും വിടുതൽ. ലൂദിയുടെ ശിരസിൽ ഒരു ഗ്രീഡം, വെളിച്ചപ്പാടത്തുകാരിയുടെ ശിരസിൽ ഒരു ഗ്രീഡം. ത്രൂ ദി മിനിസ്ട്രി ഓഫ് പോൾ, പൗലോസിന്റെ ശുശ്രൂഷ മുഖാന്തരം. പക്ഷേ പൗലോസിന്റെ ശിരസിൽ കടന്നു വന്നതോ വലിയ ക്രൂശ്. ആമേൻ. He had to endure cross. പൗലോസിന്റെ ജീവിതത്തിൽ കടന്നു വന്നതോ വലിയ ക്രൂശ്. അവനെ പിടിച്ച്, അവനെ അടിച്ച്, അവനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി
കർത്താവിന്റെ ഉന്നത അപ്പോസ്തലൻ പൗലോസിന്റെ വസ്ത്രം ഉരിഞ്ഞ് he was made naked. ജയിലിലേക്ക് തള്ളി, ആമത്തിലിട്ട് പൂട്ടി, ചങ്ങലകളാൽ ഇറുക്കി കെട്ടി. ഒരു നാൾ ദേവാലയത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ട് നിന്നപ്പോൾ ജനം ഇളകിക്കൂടി. The Bible says the mob came and chased him. പൗലോസിനെ പിടിച്ച് and dragged him along the church. ദേവാലയത്തിലിട്ട് ഇളുത്ത് മുൻവാതിൽ തുറന്ന് അപ്പോസ്തല പ്രവർത്തികൾ 21, 28, 29, 30 വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്ന യേശുവിന്റെ സുവിശേഷം ധീരതയോട് അറിയിച്ച അപ്പോസ്തലനെ പിടിച്ചു കെട്ടി കൊല്ലുവാൻ പദ്ധതി ഒരുക്കി ആലയത്തിലിട്ട് ഇളുത്ത് മുൻവാതിൽ തുറന്ന് പുറത്താക്കി കളഞ്ഞ്. ജനത്തിന് വിടുതൽ, പൗലോസിന് കുരിശ്. ആമേൻ. ആ കുരിശ് സഹിപ്പാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവൻ കുരിശ് സഹിച്ച് അവസാനം കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലപ്പോസ്തലൻ ആ ലേഖനം ഇപ്രകാരം അവസാനിപ്പിക്കുന്ന കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം വചനത്തിലെ, സഹോദരങ്ങളെ എന്റെ ബന്ധനം ഓർത്തുകൊള്ളുവിൻ. ഞാൻ വാ തുറന്നാൽ, ഞാൻ സുവിശേഷം അറിയിച്ചാൽ അത് മതപ്രഭാഷണമല്ല, അത് ദൈവത്തിന്റെ വചനമാകിയാൽ വന്നിരിക്കുന്നവർക്ക് വിടുതൽ, വന്നിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം, വന്നിരിക്കുന്നവർക്ക് രോഗസൗഖ്യം, വരുന്നവർക്ക് അനുഗ്രഹം. But I am under bondage. A cross is laid upon me. എനിക്ക് ബന്ധനമുണ്ട്, എനിക്ക് കഷ്ടത ഉണ്ട്, ഞാൻ ചുമക്കുന്നത് കുരിശാണ്. ആകയാൽ സഹോദരന്മാരെ, കൊലോസ്യർ 4:18 പൗലോസ് എഴുതുന്നു, റിമെമ്പർ my chains, remember my imprisonment, remember my bondage. എന്റെ ബന്ധനം ഓർത്തുകൊള്ളുവിൻ. ഒരു മനുഷ്യൻ സഹിക്കുന്ന ഏറ്റവും വലിയ ബന്ധനം ഏകാന്തതയാണ്. ഏകാന്തതയാണ്. അതവൻ സഹിച്ച്, അത് പൗലോസ് സഹിച്ച്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വചനത്തിൽ, 8-ാം വചനത്തിൽ, 9-ാം വചനത്തിൽ പൗലപ്പോസ്തലൻ തന്റെ ആത്മീയ ശിഷ്യൻ അഥവാ മകൻ തിമോത്തിയൂസിന് ലേഖനം എഴുതുന്നു. തിമോത്തിയൂസേ, നീ എന്റെ അടുക്കൽ വേഗം വരാൻ ഉത്സാഹിക്ക. Come quickly. My son Timothy, come quickly. I am alone. ഞാൻ ഏകൻ, എന്റെ മേൽ ക്രൂശ് ഉണ്ട്, ഞാൻ ഏകൻ. തേമാസ് left me. തേമാസ് എന്നുള്ള ശിഷ്യൻ എന്നെ വിട്ടുപോയി, ഞാൻ ഏകൻ. ആകയാൽ തിമോത്തിയൂസേ, നീ വേഗം വരുക മകനെ, ഞാൻ ഏകൻ. ലൂക്കോസ് എന്റെ അടുക്കൽ ഉണ്ട്, അവൻ എപ്പോൾ വിട്ടു പോകുമോ? ആകയാൽ നീ ഒരു കാര്യം ചെയ്യണം, ജോൺ മാർക്കോസിനെയും നീ കൊണ്ടുവരണം. ഞാൻ ഏകൻ. ഒരു കാര്യം കൂടെ 2 തിമോത്തിയൂസ് 4-ാം അധ്യായത്തിൽ തിമോത്തിയൂസിന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, നീ വരുമ്പോൾ എന്റെ ബൈബിളും ഞാൻ ഉപയോഗിച്ച പുതപ്പും കൊണ്ടുവരാൻ മറക്കരുതേ. ഹല്ലേലൂയ. ഞാൻ ഉപയോഗിച്ച ബൈബിളും ഞാൻ ഉപയോഗിച്ച പുതപ്പും തിമോത്തിയൂസെ കൊണ്ടുവരാൻ മറക്കരുതേ. മനുഷ്യർ ഒറ്റപ്പെടുത്തും, എനിക്ക് തുണ ഞാൻ വായിച്ച ബൈബിളാണ്, ഞാൻ പോർത്തിയ പുതപ്പാണ്. എന്റെ ബന്ധനം ഓർത്തുകൊള്ളുക. ഞാൻ വഹിച്ച കുരിശ്, ഞാൻ ചുമന്ന കുരിശ്. ഒരു ഭാഗത്തിൽ ദൈവ ബൈബിളിലെ കുരിശുണ്ട്. Until death, until you breathe your last. നിന്റെ അവസാന മൂച്ച് ശ്വാസം നിന്റെ ശരീരം വിട്ട് പോകുന്നത് വരെ നീ ദൈവ പൈതലാണെങ്കിൽ ക്രൂസ് ഉണ്ട്. ക്രൂസ് ഉണ്ടെങ്കിൽ
നിനക്ക് ചൂടുവാൻ ഒരു ഗ്രീഡമും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന് നോക്കുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, അവൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവൻ ക്രൂശ് സഹിച്ച് അപമാനം അലക്ഷ്യമാക്കി സന്തോഷം ഓർത്ത് ഓടി തീർത്ത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഹർഡിൽസ് ചാടിക്കടന്നാൽ ഫിനിഷിംഗ് പോയിന്റിൽ സന്തോഷമുണ്ട്. അതുപോലെ ജീവിതത്തിൽ ക്രൂശ് സഹിച്ചാൽ ദൈവബൈഡല് നിനക്ക് ഗ്രീഡമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നത് നിന്നെ തകർത്ത് സന്തോഷം കണ്ടെത്തുവാനല്ല, നിന്റെ ജീവിതത്തിൽ പ്രത്യാശയെ ഉളവാക്കുവാൻ വേണ്ടിയാണ്. റോമർ 5:3 നമ്മ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രസംഗവുമായിട്ടല്ല, ക്രിസ്തുവുമായിട്ടാണ്. നിങ്ങൾക്ക് വിടുതൽ, നിങ്ങൾക്ക് അത്ഭുതം, നിങ്ങൾക്ക് രോഗസൗഖ്യം, നിങ്ങൾക്ക് മനസമാധാനം, നിങ്ങൾക്ക് അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ, എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തു വരോ തോറുമേൻ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തു വരും തോറുമേൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശുയെ അടിസ്ഥാനോ ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണതാം യേശുവിൽ കണ്ട് ഞാനും ആശ്വാസത്തിൻ ഞാനും. എന്റെ വലതുഭാഗത്തിൽ കസേരയിൽ മുമ്പിൽ നിന്ന് പുറകോട്ട് 3-ാമത്തെ വരിയിൽ കഠിനാധ്വാനിയായ മധ്യവയസ്കൻ, നിങ്ങളുടെ കാലിലെ ആണിൽ രോഗം പടുത്ത് നിലവിളിയോട് എത്തിയിരിക്കുന്ന സഹോദരന് യേശു തൊടുന്നു, യേശു തൊടുന്നു. ഇപ്പോൾ ശവിക്ക് നൽകുന്നു, ഇപ്പോൾ ശവിക്ക് നൽകുന്നു. എന്റെ വലതുഭാഗത്തിൽ ഒരു സഹോദരി, വൈദ്യശാസ്ത്രത്തിന് സാധ്യമാകാത്ത ഒരു രോഗം, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഫ്ലഷ് വെളിയിൽ കാണുന്ന അവസ്ഥയിൽ നരകവേദനയോട് എട്ടിരിക്കുന്ന സഹോദരിയെ യേശു തൊടുന്നു, അപ്രത്യക്ഷമാകുന്നു. ആ മാംസഭാഗം ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ. സർപ്പം സ്വപ്നത്തിൽ കണ്ട് നിലവിളിക്കുന്ന 6 സഹോദരിമാരെ യേശു ഇപ്പോൾ തൊട്ട് വിടുതൽ നൽകുന്നു. മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നതാ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ എത്ര കഠിനം അധ്വാനിച്ചാലും വരുമാനമില്ലാതെ കടംഭാരം കൊണ്ട് വലയുന്ന ചില കുടുംബങ്ങളിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ കാർന്ന് തിന്നുന്ന പിശാചിന്റെ കരത്തെ മുറിച്ച് യേശുവിന്റെ അനുഗ്രഹം മഴ റഗാലദന്ധനദബ റബാർശാലദ റഗാലദന്ധനദബ. യേശുവിന്റെ അനുഗ്രഹം മഴ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ് ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെ മഴ നിന്റെ കുടുംബത്തിൽ ഇറങ്ങുന്നടാ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഇറങ്ങുന്നടാ. ടീ 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 ടീ
ടീ ടീ ടീ ടീ ടീ ടീ ടീ അഭിഷേക ടീ. ദുഃഖം ദാരിദ്ര്യമെന്നി വൈകൊണ്ടോ ശക്തി എന്മേ. ദുഃഖം ദാരിദ്ര്യമെന്നി വൈകൊണ്ടോ ശക്തി എന്മേ. കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ. ലോകം എനിക്കു വൈരി എന്നെ ത്യജിച്ചാൽ ലോകം എനിക്കു വൈരി. ലോകം എന്നെ ത്യജിച്ചാൽ ശോകം എന്റെ നിക്കടിൽ ഏടും പേടാഞ്ഞാൻ മേന്റെ നിക്കടിൽ ഏടും ഭയപ്പെടാഞ്ഞാൻ. യേശുവേ അഗ്നി 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 മഴ അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ. സ്വർഗത്തിലെ അഭിഷേക മഴ. അലർജി രോഗം വിട്ടു മാറുന്നു യേശുവിൻ നാമത്തിൽ. മാന്ത്രിക കെട്ടുകൾ പൊട്ടുന്നു യേശുവിൻ നാമത്തിൽ. തീ ഇറങ്ങുന്നടാ എല്ലാരിലും 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 എല്ലാരിലും. എന്റെ വലതുഭാഗത്തിൽ ഒരു യുവതി ഇൻസൈഡ് ദ ഓൾഡ് ഹാൾ. എന്റെ റൈറ്റ് സൈഡിൽ ഒരു യുവാവ്. രണ്ടുപേരും താങ്കൾ പഠിക്കുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ ഒരു കൂട്ടം ബാക്ക് പേപ്പറുമായി ഹൃദയം തകർന്നെത്തിരിക്കുന്ന എന്റെ അനുജനെയും എന്റെ അനുജത്തെയും കർത്താവ് സ്വർഗത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നു. യേശു തൊടുന്ന്. യേശു നിങ്ങൾ രണ്ടുപേരെയും ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നത്. ജ്ഞാനം, ദൈവജ്ഞാനം നിങ്ങൾ നിറയുന്നു. അത്ഭുതം ചെയ്യുന്നു. നന്ദി നന്ദി നന്ദി. ക്രൂസ് സഹിക്കുക ഗ്രീഡമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. My brother, endure cross, and there is a crown is waiting for you. സഹോദരി, അപമാനം അലക്ഷ്യമാക്കി ക്രൂസ് സഹിക്കുക. ഗ്രീഡം നിന്റെ മുമ്പിലുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം എന്നെ കണ്ട ഉടൻ തന്നെ തലയിൽ കൈവച്ച് ഇങ്ങനെ നിലവിളിച്ച്, ബ്രദർ, ഈ കുരിശെടുത്ത് മാറ്റാൻ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കുരിശ്? 50 ലക്ഷം കടം ലോണ് വാങ്ങി, ഭംഗിയായി വീട് തീർത്ത്, നല്ല ഒരു ബൈക്ക് വാങ്ങി, ചെത്തി കുറച്ച് ദിവസം ചെത്തി നടന്നു, നല്ല ഹോട്ടലുകൾ കയറി ചാപ്പിട്ട് ഒന്നും അറിഞ്ഞില്ല. അവസാനം ഇതാ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. രണ്ടുപേരും ഹൃദയം തുറന്ന് നിലവിളിച്ച്, ബ്രദർ, ഈ ക്രൂശെടുത്ത് മാറ്റുവാൻ മനസ്സ് വെച്ച് പ്രാർത്ഥിക്കണമേ. അത് ക്രൂശല്ല സിസ്റ്റർ, അത് നിന്റെ പ്രവർത്തന ഫലമാണ്. It is not cross. It is your fruit according to your work.
അത് ക്രൂശല്ല. ഒരു യുവതി ഇവിടെ വന്ന് മുട്ടിന്മേൽ നിന്ന് തലയിൽ കൈവച്ച് നിലവിളിച്ച്, അയ്യോ ഈ ക്രൂശെടുത്തൊന്ന് മാറ്റിത്തരണം ബ്രദർ പ്രാർത്ഥിച്ച് വിഷയം ചോദിച്ചപ്പോൾ 17, 18, 19 വയസ്സിൽ അപ്പനും അമ്മയും അണ്ണനും അമ്മാവനും പാസ്റ്ററും അനുഭവസ്ഥരുടെയും വാക്ക് തട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡിനോട് ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ വാക്കും ധിക്കരിച്ചു. അവസാനം ഉടുതുണി മാറ്റിയിടാനുള്ള തുണി നഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്നു. ഉടുതുണിയില്ല. ഈ ക്രൂശെടുത്ത് മാറ്റണമേ. അത് ക്രൂശല്ല, അത് നിന്റെ പ്രവർത്തനത്തിന്റെ നിനക്ക് ദൈവം അനുവദിച്ച ഫലമാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്താണ് ക്രൂശ്? നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ചിലരുടെ പ്രിൻസിപ്പിൾ. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മറ്റു ചിലരുടെ പ്രിൻസിപ്പിൾ. തിന്മയ്ക്ക് പകരം തിന്മ മാത്രം ചെയ്യുന്നത് ഇനിയും ചിലരുടെ പ്രിൻസിപ്പിൾ. ശ്രദ്ധിക്കണം. നന്മയ്ക്ക് പകരം നന്മ ചിലർ ചെയ്യുന്നു, നന്മയ്ക്ക് പകരം തിന്മ ചിലർ ചെയ്യുന്നു, തിന്മയ്ക്ക് പകരം തിന്മ മാത്രം ചിലർ ചെയ്യുന്നു. ദൈവമക്കളുടെ പ്രിൻസിപ്പളോ വരുന്നത് തിന്മയായാലും നന്മ ചെയ്യുന്നതാണ്. ആമേൻ. തിന്മയായാലും ഞാൻ നന്മ തന്നെ ചെയ്യും. ദൈവ പൈതല്, നീ നന്മ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ തിന്മ വന്നാലും നീ അത് സഹിക്കണം. അതാണ് ക്രൂശ്. ഇറ്റ് ഈസ് ക്രോസ്. ക്രൂശ് ശാപത്തിന്റെ അടയാളമാണ്, ഭയങ്കരത്വത്തിന്റെ അടയാളമാണ്, ഹീനതയുടെ അടയാളമാണ്, അപമാനത്തിന്റെ അടയാളമാണ്, കഷ്ടതയുടെ അടയാളമാണ്. എങ്കിലും അപമാനം യേശുവിൻ നാമത്തിൽ അലക്ഷ്യമാക്കി ദൈവവൈഡല് ക്രൂശ് സഹിക്കുക. കിരീടമുണ്ട്, സന്തോഷമുണ്ട്. നന്മ ചെയ്യുമ്പോൾ വെറും നന്മയല്ല. ബൈബിൾ വളരെ സ്പഷ്ടമാണ്. ദാവീദ് രാജ എഴുതുന്നു സങ്കീർത്തനം 37:3 ദൈവത്തിൽ ആശ്രയിച്ചുള്ള നന്മ, വെറും നന്മയല്ല. ക്രിസ്തുവിൽ ആയി, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ക്രിസ്തീയ പൈതലായി തന്നെ ജീവിച്ച് നന്മ ചെയ്താൽ നിനക്കെതിരായി ഈ ലോകത്തിൽ തിന്മ ഉടലെടുക്കും. അതാണ് ക്രൂശ്. That is cross. If you have cross, there is crown. ആ ക്രൂശ് ഉണ്ടെങ്കിൽ ദുഃഖിക്കരുത്, സന്തോഷിക്കണം. കാരണം അതേക്കാൾ വലിയ കിരീടം ദൈവം നിനക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, നായകന ഉള്ളടിന ജയം ജയം നിശ്ചയം. നായകന ഉള്ളടിനാൽ ജയം ജയം നിശ്ചയം. ക്രൂശ് സഹിക്കുക. ദൈവാത്മാവിന്റെ കാരുണ്യത്തിൽ ഞാൻ അല്പം വ്യാഖ്യാനിക്കും, ശ്രദ്ധിക്കണം. എന്താണ് ക്രൂശ് സഹിക്കുക എന്നാൽ? 1 ഗലാത്യർ 2:20, 2 റോമർക്കെഴുതിയ ലേഖനം 6:14. രണ്ടിലും 2 വ്യാഖ്യാനമുണ്ട്. 1 ഗലാത്യർക്കെഴുതിയ ലേഖനം 2-20 വചനത്തിൽ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക, അതാണ് ക്രൂശ് സഹിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. പിന്നെ
ജീവിക്കുന്നത് നീയല്ല, നിന്റെ ക്രിസ്തുവാണ്. അതാണ് ക്രൂശീകരണം, അല്ലെങ്കിൽ കുരിശ് ചുമക്കുക, കുരിശ് സഹിക്കുക. പിന്നെ ജീവിക്കുന്നത് നീയല്ല, നിന്റെ അരുമനാഥനാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:27 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:19 പൗലോസ് എഴുതുന്നു, I labor in pain until Christ is formed in you. ഗലാത്യ സഭയെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. ക്രിസ്തു എന്നുള്ള മഹത്വത്തിന്റെ രാജ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. 2, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന അവസ്ഥ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:8-9 ദൈവത്തെ അറിയാത്ത അവസ്ഥ വിട്ടുമാറി ദൈവത്തെ അറിഞ്ഞ അവസ്ഥയിൽ വന്ന് 3 ഏറ്റവും ഉചിതമായ അവസ്ഥ ഗലാത്യർ 4:9 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവാൽ അറിയപ്പെട്ടവർ ആകുന്ന അവസ്ഥ. known of God. അതാണ് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. പിന്നെ ജീവിക്കുന്നത് നീയല്ല, നിന്റെ ജഡാഭിലാഷം ക്രൂശിക്കപ്പെട്ട് പിന്നെ ജീവിക്കുന്നത് അവനാണ് നിന്നിൽ. അതുകൊണ്ടാണ് ഏറ്റവും പവർഫുൾ ബോഡി സംഘത്തിന്റെ മുമ്പിൽ സ്റ്റീഫാനോസ് എന്നുള്ള ഒരാൾ നിന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചപ്പോൾ അപ്പോസ്തലർ 6-7 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്റ്റീഫാനോസ് കൃപയിൽ നിറഞ്ഞു നിന്ന്, ശക്തിയിൽ നിറഞ്ഞു നിന്ന്, ബലത്തിൽ നിറഞ്ഞു നിന്ന്, തേജസ്സിൽ നിറഞ്ഞു നിന്ന്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു നിന്ന്, ദൈവവചനത്തിൽ നിറഞ്ഞു നിന്ന്, ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് യേശുവോട് കൂടെ ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ്. ആമേൻ. ഇത്രയ്ക്കും അധികമായി അപ്പോസ്തല പ്രവൃത്തികൾ 6-5 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്റ്റീഫാനോസ് ക്രിസ്തുവിൽ അർപ്പിച്ചിരുന്ന വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന്. അതാണ് ക്രൂശ് സഹിക്കുക. പിന്നെ ഞാനല്ല, അവനാണ്. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 6:14 ക്രിസ്തുവാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ക്രൂസിഫൈഡ് ടു ദ വേൾഡ്. ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ലോകത്തിലുള്ള പാപത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ട്.